ഐ ഫീൽ പ്രൗഡ്. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തു എന്നൊരു തോന്നലുണ്ട് ഇപ്പോൾ. ഞാൻ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് സൈലത്തിൽ ജോയിൻ ചെയ്തത്. ഞാൻ ജോയിൻ ചെയ്തത് ഒക്ടോബറിലാണ്. നമ്മുടെ മെമ്മറി ബേസ്ഡിലല്ല നമ്മൾ നീറ്റ് ക്രാക്ക് ചെയ്യാൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. മെമ്മറി ബേസ്ഡ് അല്ല, ആക്ച്വലി പ്രാക്ടീസ് ബേസ്ഡ്. വെരി ഗുഡ് സ്റ്റേറ്റ്മെന്റ്. ഹായ് ഓൾ. സോ ഇവിടെ വന്നപ്പോൾ തൊട്ട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിന് ചുറ്റുമുള്ള ഫുഡ് സ്പോട്ടുകൾ, എന്തൊക്കെ അവിടെയൊക്കെ കറങ്ങാം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ചില്ലായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്, ഷാദിയ. യെസ്, ഹായ് ഷാദിയ. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ പ്രിപ്പറേഷൻ ജേണിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് മാറി ഇപ്പം അത്യാവശ്യം ചില്ലാണെന്ന് പറഞ്ഞാൽ ഷാദിയനെ വഴക്ക് പറയും. കാരണം ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു ഓൾറെഡി. പക്ഷെ എന്നാലും ക്യാമ്പസ് ലൈഫ് ഒക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് വരികയാണല്ലേ. എന്ത് തോന്നുന്നു ഇപ്പൊ നിലവിൽ ഒരു എൻട്രൻസ് പ്രിപ്പറേഷൻ ജേണി കഴിഞ്ഞിട്ട് നേരെ ഒരു ഗവൺമെന്റ് സീറ്റ് അക്യൂർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോഴേ ശരിക്കും ഐ ഫീൽ പ്രൗഡ്. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തു എന്നൊരു തോന്നലുണ്ട് ഇപ്പോഴേ. കാരണം കുറച്ച് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. ഇപ്പൊ അത് നേടിയെടുത്തു എന്നുള്ളൊരു ഫീൽ ഉണ്ട്. പിന്നെ ഇവിടെ നല്ല ഫ്രീ ആയി കഴിഞ്ഞ പോലെ സ്ട്രെസ് ഒന്നും ഇല്ല. ആ ഒരു അച്ചീവ്മെന്റിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലേ ശരി. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിങ്ങൾ പഠിച്ച സിലബസ് ഒക്കെ മാറി പുതിയ ഒരു എൻവയോൺമെന്റിലേക്കായി. നിലവിൽ എല്ലാ ദിവസവും പേഷ്യൻസിനെ കാണുന്നു, മെഡിക്കൽ കോളേജിലെ സംഭവങ്ങൾ അറിയുന്നു. അപ്പം എങ്ങനെയാ ഈ ഒരു ഇപ്പം ഫസ്റ്റ് ഇയർ ആണ് MBBS സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ള, അതായത് ഇപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ കാണുമ്പോൾ എന്താണ് പേഷ്യൻസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഇമോഷണൽ സ്ട്രെങ്ത് ഒക്കെ എങ്ങനെയാ നിങ്ങൾ ഗ്യാദർ ചെയ്യുക? ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ അത് ഗ്യാദർ ചെയ്യുക? അതിപ്പോഴേ ഞങ്ങള് കൊറേയൊക്കെ ഇങ്ങനെ കണ്ടുവരുമ്പോ ശീലായി എന്നുള്ളതാണ്. ഫസ്റ്റ് ഒക്കെ കാണുമ്പോ ചെറിയൊരു കടാവറൊക്കെ കാണുമ്പോ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. സ്മെല്ലിന്റെ ഹാളിലൊക്കെ സ്മെല്ലിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അത് ശീലായി. പേഷ്യൻസിനെ പിന്നെ ഇപ്പൊ ഞങ്ങള് 2 വീക്സേ ആയിട്ടുള്ളൂ ക്ലിനിക്സ് പോകാൻ തുടങ്ങി. ഇന്ററാക്ഷൻസ് ഉണ്ടല്ലേ? ഇന്ററാക്ഷൻസ് ഈ ഫസ്റ്റ് ഇയർ കുറച്ചേ ഉള്ളൂ. ഏർലി ക്ലിനിക്കൽ എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ട് കുറച്ചേ ഉള്ളൂ. അപ്പൊ ഞങ്ങളിപ്പോ ബുക്സിൽ പഠിച്ച സാധനങ്ങൾ ഇപ്പോ റിയൽ ആയിട്ട് ചെറിയ എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെ ആയിരിക്കണം, ഒരു ഡോക്ടർ എങ്ങനെ ആയിരിക്കണം. കണ്ടപ്പോ ആദ്യമായിട്ട് ഒരു ഇതുണ്ടായിരുന്നോ, പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, സ്മെല്ലിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ കണ്ണ് നേറും ഫോർമാലിന്റെ. അപ്പൊ നമ്മൾ ഇതേപോലെ നിങ്ങളുടെ ഡോക്ടർ സോത്തിന്റെ സമയത്തും നമ്മൾക്ക് ഇങ്ങനെ നിങ്ങളെ ഓരോ സ്റ്റോറികളിലേക്ക് നമ്മൾ കാണുന്നുണ്ട് ഇതെല്ലാം. അപ്പൊ നമുക്കൊരു സന്തോഷമാണ് നിങ്ങളത് എത്രത്തോളം നിങ്ങളുടെ ആ ഒരു കോട്ട് സെറമണി, വൈറ്റ് കോട്ട് സെറമണിയും അതെങ്ങനെ ഉണ്ടായിരുന്നു? വൈറ്റ് കോട്ട് സെറമണി ഞങ്ങള് ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ഒക്കെ ആയിരുന്നു വൈറ്റ് കോട്ട്. കാരണം ഞങ്ങള് കഴിഞ്ഞ വർഷം ഇങ്ങനെ ഹോസ്റ്റലിനൊക്കെ സംസാരിക്കുമ്പോ വൈറ്റ് കോട്ട് ഇടും, സ്റ്റെതസ്കോപ്പ് ഇടും, അങ്ങനത്തെ ഒരു ഡ്രീം ആയിരുന്നു ശരിക്കും. ഞങ്ങൾ ഒരു സ്റ്റുഡന്റ് അന്ന് പോയിട്ട് റിഫ്ലക്ഷൻ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ ശരിക്കും ഡ്രീം ജീവിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ്. അതായത് നിങ്ങൾ ആ റിപ്പീറ്റിംഗ് ജേണിയിൽ പല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കുറെ കാര്യങ്ങൾ റിയൽ ലൈഫിലൂടെ നടന്നു വന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇവരും ഇത് തന്നെയാണ് അത് മെയിൻലി കേൾക്കേണ്ടതെന്ന് തോന്നുന്നു. അപ്പം ഇനിയിപ്പം എങ്ങനെയാണ് റിയൽ ലൈഫിൽ അതിനെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് ശരിക്കും ഷാദിയുടെ മുഖത്തെ സന്തോഷം തന്നെ സൂചിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ മെയിൻലി നമ്മളിപ്പോ ഷാദിയായിട്ടൊരു ഇന്ററാക്ഷൻ സംസാരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് ഇപ്പം ഷാദിയ കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഇതേപോലെ പഠിച്ച് എന്തായിരുന്നു ഈ ഡിസംബർ, ഇപ്പൊ ഒരു ഡിസംബർ മാസമാണ്, കഴിഞ്ഞ വർഷം ഡിസംബറിൽ എന്തായിരുന്നു അവസ്ഥ? കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് May 7th ആയിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഡിസംബർ ഈ ടൈമൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് 4.5 months അത്രേ ബാക്കിയുള്ളൂ. അപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ശരിക്കും എങ്ങനെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നോ? റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. റിവിഷൻ ഞാൻ തുടങ്ങുമ്പോൾ ഫെബ്രുവരി ഒക്കെ ആയിരുന്നു. ഞാൻ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് സൈലത്തിൽ ജോയിൻ ചെയ്തത്. ഞാൻ ജോയിൻ ചെയ്തത് ഒക്ടോബറിലാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ തന്നെ പോർഷൻസ് ഏകദേശം ബാക്കി ബാച്ചിന്റെ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ GIB എക്സാംസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ട് അങ്ങനെ കുറെ പോർഷൻസ് ഒക്കെ കവർ ആയി പോയി. എന്തായിരുന്നു സൈലം ചൂസ് ചെയ്തു? ആ ഒരു വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? കോമൺലി എന്തായിരുന്നു, എന്തൊക്കെയാണ് അവിടുന്ന് ഗെയിൻ ചെയ്യാൻ പറ്റിയതെന്ന് ചോദിച്ചാൽ എന്താ പറയാ? സൈലം ഞാൻ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ ഒന്ന്, ഞാൻ ഹൈബ്രിഡ് ബാച്ചിലായിരുന്നു. അപ്പോൾ 1 day ഓഫ്ലൈൻ 1 day ഓൺലൈൻ ആകുമ്പോൾ കുറച്ചുകൂടി ടൈം നമുക്കായിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അത് നല്ലൊരു ഡിസിഷൻ ആയിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി. കുറച്ചും കൂടി ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാനും കുറച്ച് ഞങ്ങൾ തന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് 1 minute ഒന്നും ചെയ്യാൻ കിട്ടൂല. ശരിക്കും ഒരു ക്വസ്റ്റ്യൻ 1 minute എന്നാ പറയെങ്കിലും നമ്മളത് വായിച്ച് മനസ്സിലാക്കി ചെയ്യുമ്പോ ഒരു 60 seconds ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ എത്ര സ്പീഡ് കൂട്ടണം, എങ്ങനെ കാൽക്കുലേഷൻസ് എങ്ങനെ എളുപ്പമാക്കാം, അതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് ഈ ഒരു ടൈമിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഫെബ്രുവരി ഒക്കെ ആയപ്പോഴാണ് ഞാൻ റിവിഷനിലേക്ക് വരുന്നത്. റിവിഷൻ എങ്ങനെയാ? സബ്ജക്ട്സ് ഇപ്പൊ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയിൽ
ഇപ്പം പരീക്ഷ എഴുതി തന്നെ ചോദിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നീറ്റ് എഴുതിയപ്പം അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു, ഞാൻ ആദ്യമേ ബയോളജി എഴുതത്തുള്ളൂ അത് കഴിഞ്ഞ് ഫിസിക്സ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഞാൻ ബയോളജിയിൽ ടൈം ഗെയിൻ ചെയ്തിട്ട് ഫിസിക്സിൽ അത് യൂസ് ചെയ്യാന്നായിരുന്നു എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. ഞാൻ മോക്ക് എക്സാംസിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ബയോളജി ടൈം സ്പെയർ ചെയ്യാൻ കിട്ടിയില്ല. ആക്ച്വലി ഞാൻ 1 hour തന്നെ എടുത്തു. പിന്നെ ഞാൻ പാനിക് ആവാണ്ടിരിക്കാൻ നോക്കി. കുറച്ചും കൂടെ കെമിസ്ട്രി കുറച്ച് ടഫ് ആയിരുന്നു. അതെങ്ങനെയാ പാനിക്? അതെങ്ങനെ? ഇപ്പൊ നമ്മളിപ്പം നീറ്റ് 2023 ക്വസ്റ്റ്യൻ കണ്ടു, ബയോളജി 1 hour ആണല്ലോ കഴിഞ്ഞ ആ എക്സാം ഹാളിൽ. അപ്പൊ എന്താ മീൻസ് എനിക്ക് ഇനി സമയം കിട്ടുമോ എന്നുള്ളൊരു തോട്ട് ഉണ്ടാവണ്ടല്ലോ? ഞാൻ ശരിക്കും ബയോളജി ഫിനിഷ് ചെയ്യുമ്പോൾ 2 മണിക്ക് തുടങ്ങി 3:05 ബയോളജി ഫിനിഷ് ചെയ്യും. അപ്പൊ എനിക്ക് തോന്നി ബയോളജിക്ക് ഞാൻ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ എക്സ്പയറൻസിനും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഫിസിക്സ് എളുപ്പമായിരിക്കും. അതുപോലെ ഫിസിക്സ് കുറച്ചും കൂടി എളുപ്പമായിരുന്നു, അത്ര ടൈം വേണ്ട വന്നില്ല. അതുകൊണ്ട് ലാസ്റ്റ് ആകുമ്പോൾ 5 minutes എനിക്ക് എക്സ്ട്രാ വന്നു. ലാസ്റ്റ് ആകുമ്പോൾ 5 minutes എക്സ്ട്രാ വന്നപ്പോൾ പിന്നെ ഞാൻ ബയോളജിയിലോട്ട് തിരിച്ചു വന്നു, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പൊ അത്യാവശ്യം നല്ലൊരു അത്യാവശ്യം നല്ല അടിപൊളി സ്കോറിലേക്ക് തന്നെ എത്താൻ പറ്റിയല്ലേ? അപ്പം അതായത് നമ്മളിപ്പം ഓൾറെഡി ടോപ്പിക്സ് പഠിക്കുന്നുണ്ടല്ലോ, ടോപ്പിക്സ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ മറന്നു പോകൽ എന്നുള്ളത് കോമൺലി ഉള്ള സംഭവമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ. ഈ മറന്നു പോകലിനെ കുറിച്ച് എന്താ പറയുന്നത്? മറന്നു പോവാ എന്നുള്ളത് നമ്മള് ഐഡന്റിഫൈ ചെയ്യുന്നത് എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും. കാരണം 4 ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും, ഇതിൽ ഏതാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് അത് പോയി. പിന്നെ അത് എക്സാം കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതി സൈഡിൽ ഒട്ടിച്ചു വെക്കും. അത് അടുത്ത എക്സാം നോക്കും. അങ്ങനെ ലാസ്റ്റ് ആകുമ്പോൾ ടെക്സ്റ്റ് ഫുള്ള് സ്റ്റിക്കി നോട്ട് മാത്രമേ. അപ്പം മോക്ക് ഉണ്ടല്ലോ, അപ്പൊ നമ്മളിപ്പോ JB കാര്യം പറഞ്ഞു. JB കാര്യം ഇപ്പം നീറ്റ് എഴുതുമ്പോൾ നിങ്ങൾ നീറ്റ് എഴുതുന്നതിന് മുമ്പ് തന്നെ കുറച്ചധികം JBs എഴുതിയിട്ടാണ് നീറ്റിലേക്ക് എത്തിയത്. അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നൊക്കെ ഈ മോക്കിന്റെ ബേസിലല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അതുപോലെ സ്കോറിന്റെ ഇമ്പ്രൂവ്മെന്റ് എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിംഗ്? GIB എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഒക്കെ അത്യാവശ്യം നല്ല മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. അതിലൊന്നും എനിക്ക് അത്ര സ്കോർ ഒന്നും ഉണ്ടായിരുന്നില്ല. ബിലോ 600 ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. പിന്നെ ലാസ്റ്റ് മോക്ക് ടെസ്റ്റ് ആയപ്പോഴാണ് ഞാൻ എന്റെ സൈലത്തിൽ ഏറ്റവും ടോപ്പ് സ്കോർ ഒറ്റൊരു പ്രാവശ്യം ഞാൻ 650 ക്രോസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് 610 620 ആ റേഞ്ചിലായിരുന്നു എന്റെ സൈലത്തിലെ സ്കോർസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നീറ്റിലാണ് ഞാൻ പിന്നെ 650 രണ്ടാമത് കിടക്കുന്നത്. ഞാൻ നീറ്റിലാണ്. അപ്പൊ അത് നമുക്കത് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണല്ലേ? കാരണം നമ്മള് തളർന്നു പോകുന്ന പോയിന്റ് ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആവുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ഇതിനെ ബാലൻസ് ചെയ്താണ് കൊണ്ടുപോകേണ്ടത്. അത് പിന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും ഭയങ്കര, നിനക്കിത് കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, നിനക്ക് വേണ്ടത് നിനക്ക് ചെയ്യാം, ഇമോഷണൽ സപ്പോർട്ടും കൂടെ ക്യാരി ചെയ്തു. ഒരു പ്രശ്നമില്ല, നിനക്കത് വേണമെങ്കിൽ നീ ചെയ്യ്, അല്ലെങ്കിൽ അത് കളഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം. അതും ഇമ്പോർട്ടന്റ് ആണല്ലോ. പിന്നെ നമുക്കിപ്പം നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടൈം കൺസെപ്ഷൻ കുറച്ച് ഇതാക്കാൻ വേണ്ടി, ഈസാക്കാൻ വേണ്ടിയായിരിക്കും നമുക്ക് മൈൻഡ് മാപ്സും മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും. അപ്പം അതിനെ നിങ്ങൾ എങ്ങനെയാ പ്രയോജനപ്പെടുത്തിയത്? നമുക്ക് ഇവരോട് എങ്ങനെ അത് പ്രയോജനപ്പെടുത്താന്ന് പറയാൻ പറ്റും? മൈൻഡ് മാപ്പ് ഞാൻ ശരിക്കും എനിക്ക് യൂസ് ആയത് ഞാൻ പറഞ്ഞില്ലേ, ഫെബ്രുവരി ശേഷം ഞാൻ റിവിഷൻ തുടങ്ങിയപ്പോഴാണ് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത്. കാരണം നമുക്ക് റിവൈസ് ചെയ്യുന്ന സമയത്ത് എൻറ്റയർ സാധനം വായിക്കാൻ ഒരിക്കലും പറ്റില്ല. ഒരു എക്സാമിന് പോരുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും നമ്മൾ നല്ല വീക്കുള്ള ചില പോയിന്റ്സ് ഉണ്ടാവും. എനിക്കിപ്പോ ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊക്കെ ചില ഇക്വേഷൻസ് നമ്മൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഇക്വേഷൻസ് പെട്ടെന്ന് വായിച്ചിട്ട് പോവാൻ മൈൻഡ് മാപ്പ് ആയിരുന്നു യൂസ്ഫുൾ ആയിരുന്നുണ്ടായിരുന്നു. അത് നമ്മൾ പിന്നെ 1-2 എക്സാമിന് അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അത് ഓർമ്മയിൽ സ്വാഭാവികം. അങ്ങനെ പിന്നെ ഒരു ഇതെന്ന് വെച്ചാല് ഈ ബയോളജി ഇപ്പൊ NCERT നമുക്ക് എപ്പോഴും NCERT എടുത്ത് വായിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഒന്നാമത് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ടൊരു മടുപ്പൊക്കെ തോന്നും. കാരണം ഒരു ബുക്കാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെ എടുത്ത് മാറ്റിക്കുന്നതാണ്. അപ്പൊ NCERTന്റെ റീഡിങ് അതിപ്പം എപ്പോഴും പറയാം NCERT വായിച്ച് തന്നെ പോകണമെന്ന് പറയും. അതിന്റെ എങ്ങനെയാ അത് സ്ട്രാറ്റജൈസ് ചെയ്തത്? NCERT വായിക്കാണ്ട് എന്തായാലും വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മളത് വായിക്കുന്ന സമയത്ത് മാർക്ക് ചെയ്യാം. നമ്മൾ മറന്നു പോകുന്ന സാധനം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമിന്റെ സമയത്ത് നമ്മൾക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന സാധനങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു എക്സാമിന് പോകുമ്പോൾ ഞാൻ മെയിൻലി ജെനറ്റിക്സ് നല്ലോണം റിവൈസ് ചെയ്തിട്ടായിരുന്നു എക്സാമിൽ പോയിക്കൊണ്ടിരുന്നത്. അത് ജെനറ്റിക്സ് എനിക്ക് ട്രാൻസ്ക്രിപ്ഷൻ ആ ഒരു ഏരിയ ഒക്കെ എപ്പോഴും മറന്നു പോകും. അപ്പൊ ഞാൻ എല്ലാ എക്സാമിന് കയറുന്നതിന് മുമ്പ് പിന്നെയും അത് വായിച്ചു നമുക്ക് അറിയാമായിരിക്കും ഏതാണ് പോയിന്റ് നമുക്ക് അറിയാലോ. അപ്പൊ പിന്നെയും അത് എല്ലാ എക്സാംസിനും അത് അറിയാന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് വായിച്ചിട്ടായിരുന്നു എക്സാംസിന് കയറിക്കൊണ്ടിരുന്നത്. അപ്പം ഈ അതായത് ഇപ്പം ഹോസ്റ്റലിൽ നിന്നാണല്ലോ പഠിച്ചത്. അപ്പം എങ്ങനെയായിരുന്നു ചുറ്റുമുള്ള സാഹചര്യങ്ങളൊക്കെ? പഠിക്കാനുള്ള നല്ല എൻവയൺമെന്റ് ഉള്ള ഹോസ്റ്റലിൽ തന്നെ ഇരുന്നു. ഞങ്ങൾക്ക് ഒരു ഹോൾ ഉണ്ട്, അവിടെ എല്ലാവരും ഇരുന്ന് പഠിക്കും. സ്വാഭാവികമായിട്ടും മോട്ടിവേഷൻ വരും, എല്ലാവരും പഠിക്കും. പിന്നെ നമ്മളിപ്പം ആപ്പ് വഴി ഓൺലൈൻ എക്സാംസോ അങ്ങനെ എന്തൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നോ? ഓൺലൈൻ എക്സാംസ് അത് അവിടെ ഇങ്ങനെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒരു ഏരിയ ഉണ്ട്, അത് ടൈമർ വെച്ച് ചെയ്യുന്നതായതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. എനിക്കത് തോന്നുന്നു ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നല്ലേ? ടൈം ഇസ് വെരി ഇമ്പോർട്ടന്റ്. ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുമ്പോൾ
എണ്ണം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന് പ്രയോറിറ്റി ഉണ്ടോ, ടൈപ്പിനാണോ പ്രയോറിറ്റി കൊടുക്കുക? അത് രണ്ടും ഉണ്ടായിരുന്നു. ഞാനൊരു ടൈം വെച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ 1 മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ അക്വയർ ആവില്ല. ആ സമയത്ത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഈ ഒരു 30 മിനിറ്റ്സിൽ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് വായിച്ച് കഴിയുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. അപ്പോൾ ആ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 30 മിനിറ്റ്സിൽ എത്ര ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് സ്കിപ്പ് ചെയ്യാൻ നമ്മുടെ മൈൻഡ് റെഡിയാണ് നോക്കുക. അങ്ങനെ ഒരു എഫിഷ്യൻസി കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ മെമ്മറി ബേസ്ഡിലല്ല നമ്മൾ നീറ്റ് ക്രാക്ക് ചെയ്യുക, നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ലൈക്ക് ഷാദിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. മെമ്മറി ബേസ്ഡ് അല്ല, ആക്ച്വലി പ്രാക്ടീസ് ബേസ്ഡ്. വെരി ഗുഡ് സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു. നല്ല അടിപൊളി സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം അത് നമ്മുടെ കയ്യിൽ ഉറച്ചു നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏത് സബ്ജക്റ്റ് ആയിരുന്നു കുറച്ച് വലച്ചത്? നീറ്റ് എക്സാം അല്ലല്ല, പൊതുവെ ബേസിക്കലി കെമിസ്ട്രി ആയിരുന്നു. നീറ്റ് എക്സാമിന് എനിക്ക് കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രി. എനിക്കൊന്ന് കെമിസ്ട്രി കുറച്ചുകൂടെ സ്റ്റേറ്റ്മെന്റോ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഞാൻ സൈലത്തിൽ എക്സാം എഴുതുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ കെമിസ്ട്രി ഇത്ര ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ, ഇങ്ങനെയൊന്നും കെമിസ്ട്രി സാധാരണ ചോദിക്കാറില്ലല്ലോ, കെമിസ്ട്രിക്ക് അസേഷൻ റീസൺ ഒന്നും വരത്തില്ലല്ലോ. സ്റ്റേറ്റ്മെന്റ് 1, 2 എന്ന് എഴുതിയിട്ട് ഞങ്ങൾ സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് എക്സാമിന് കയറിയപ്പോൾ സെയിം പാറ്റേണിലായിരുന്നു വന്നിരുന്നത്. അതാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിൽ വന്നു. അത് ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിരുന്നില്ല. അതുകൊണ്ട് കെമിസ്ട്രിയിലെ ഓൾറെഡി ഫേസ് ചെയ്തിട്ട് പോയെന്ന്. ആ ഒരു ജേർണി കഴിഞ്ഞു. അപ്പം ഷാദി ഇപ്പം കുറച്ച് കൂളായിട്ട് ഇവിടെ ഇരിക്കണം. കൂളല്ലേ ഇപ്പൊ കൂളാണ്. എനിക്ക് തോന്നുന്നു നേരത്തെയും അത്യാവശ്യം കോൺഫിഡന്റ് ആയിരുന്നു തോന്നുന്നു അല്ലേ? കോൺഫിഡന്റ് ആണ്. എക്സാമിന്റെ സമയത്തൊക്കെ ടെൻഷനൊക്കെ എങ്ങനെയാ അത് ഹാൻഡിൽ ചെയ്തത്? അത് മെയിൻലി ഫാമിലി സപ്പോർട്ട് തന്നെയായിരുന്നു. അത് അവരുടെ ഒരു സ്ട്രെങ്ത് ആണ് എന്റെ ഫണ്ടമെന്റൽ. അപ്പം ഇപ്പം ഡ്രീം ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തി. എങ്ങനെയുണ്ട് ക്യാമ്പസ് ലൈഫ്? ക്യാമ്പസ് ലൈഫ് ഇവിടെ അടിപൊളിയാണ്. അങ്ങനെ പോണു. കുറച്ചും കൂടി അങ്ങനെ പഴയ പോലത്തെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. എക്സ്പോഷർ ഉണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എനിക്ക് തോന്നുന്നു നിങ്ങള് നമ്മുടെ കൂടെ ഇപ്പൊ നോർത്ത് ഇന്ത്യൻസും ഉണ്ട്. അപ്പൊ അവരുടെ കാര്യങ്ങളും അവരുടെ സിറ്റുവേഷൻസ് നമ്മൾ ഹിന്ദി പഠിക്കും, അവര് മലയാളം പഠിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ പല കൾച്ചറിലുള്ള ആൾക്കാരെ പരിചയം, അതിൽ പലതരത്തിലുള്ള പേഷ്യൻസിനായിട്ട് ഇന്ററാക്ട് ചെയ്യാം. നിങ്ങൾ മൊത്തത്തിലൊരു മോൾഡിംഗ് ആണ് നടക്കുന്നത് അല്ലേ? അപ്പം അത്രയൊക്കെയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. അതുപോലെ ഇവരോട് മെയിൻലി ഇപ്പം വരാൻ പോകുന്ന അവർക്ക് ഇതേപോലെ തന്നെ മെയിലാണ് അവരുടെ പരീക്ഷ. അപ്പൊ മെയിൻലി ഈ ഒരു ടൈമിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് എന്തായിരിക്കും ഷാദിക്ക് പറയാനുള്ള? ഇപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് മെയിൻലി തോന്നാം നമ്മളെ പോർഷൻസ് കുറെ ബാക്കിയാണ്, നമ്മളൊന്നും കവർ ചെയ്തിട്ടില്ല. അത് തോന്നൽ മാത്രമാണ്. കാരണം നമ്മൾ ഓൾറെഡി ഡെയിലി എക്സാംസിന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സാധനം ഒരു പ്രാവശ്യം കവർ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ നമ്മൾക്ക് ഇനി നമ്മളെ മൈൻഡിനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാനിത് ചെയ്യും, ആരെന്തൊക്കെ പറഞ്ഞാലും ഞാനിത് ചെയ്യും എന്നുള്ളൊരു സംഭവം സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ആ ഒരു നമ്മളെ ലീഡ് ചെയ്യുന്ന ഒരു വേ ഉണ്ട്, സൈലം ലീഡ് ചെയ്യുന്ന ഒരു വേ, അത് നമ്മൾ ഫോളോ ചെയ്യാം. അതിൽ ഡൗട്ട് അടിച്ച് തന്നിട്ട് കാര്യമില്ല. അവരാണ് നമ്മളെ കൊണ്ടുപോകുന്ന 25 ക്വസ്റ്റ്യൻസ്. അത് JB സാറെ ക്ലാസ്സിലൊക്കെ സാർ ഞങ്ങൾക്ക് ആദ്യം 10 മിനിറ്റ്സ് തരും. 10 മിനിറ്റ്സ് തരൂല, 10 മിനിറ്റ്സ് തന്നിട്ട് 15 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ ചെയ്ത് കഴിയില്ല. അപ്പൊ നമ്മള് 10 മിനിറ്റ്സിലെ 10 ക്വസ്റ്റ്യൻസ് പകരം 12 എങ്കിലും ചെയ്ത അത്രയും ഒരു സ്റ്റെപ്പ് മുമ്പോട്ടായി. അങ്ങനെ അത് ക്ലാസ്സിൽ പോയി പിന്നെ നമ്മുടെ ചുറ്റും സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ആള് ചെയ്യുന്നതിനെക്കാട്ടും നമുക്ക് ചെയ്യണം എന്നൊരു സംഭവം എൻവയോൺമെന്റ് കിട്ടണം. അതായത് നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, അവര് നമ്മളെക്കാളും പവർഫുൾ ആണ്. ആ ഒരു സംഭവം ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവണം. അങ്ങനെ ഒരു സംഭവമൊക്കെ കിട്ടിയത് റിവിഷൻ ക്ലാസ്സിന്റെ സമയത്താണ്. എനിക്ക് തോന്നുന്നു ഷാദിയുടെ മെയിൻലി ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഈ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു സ്ട്രാറ്റജി ഡെവലപ്മെന്റും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നീറ്റ് ആസ്പിറൻസിന് ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണല്ലേ? അപ്പം അധികം ടെൻഷൻ ആവാതെ തന്നെ അവർക്ക് ഇപ്രാവശ്യം നീറ്റ് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഓൾ ദി ബെസ്റ്റ് പറയാം അല്ലേ? നിങ്ങൾ എന്തായാലും ക്രാക്ക് ചെയ്യും. ഐ ആം ഷുവർ. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും ചെയ്യും, ഉറപ്പാണ്.